ഹായ്, നമ്മൾ ഇന്ന് നോക്കുന്നത് പാർട്ണർഷിപ്പ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലമാണ്. അപ്പോൾ പ്രോബ്ലം നോക്കാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. ദെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഷോഡ് ദ ബാലൻസ് ഓൺ 1st January 2010 ആസ് എ 30,000 ആൻഡ് ബി 20,000. അപ്പോൾ എ ജനുവരി 1 എയുടെ കയ്യിൽ 30,000ഉം ബിയുടെ കയ്യിൽ 20,000ഉം ആണ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ്. ഡ്യൂറിങ് ദ ഇയർ 2010 എ ഇൻട്രൊഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ. എ 1st ജൂണിൽ 10,000 രൂപ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു. ബി 1st ജൂലൈയിൽ 15,000 രൂപ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു. ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് 6%. പലിശ കൊടുക്കണ എത്രയാണ്? 6% പെർ ആനം. അപ്പോൾ ഒരു വർഷത്തെ പലിശ ഉണ്ട് 6%. അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് ഓൺ ഡിസംബർ. അപ്പോൾ 1st ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്? ഡിസംബറിലാണ്. അപ്പോൾ 1st ജാനുവരിയിൽ കൊണ്ടുവന്ന ക്യാപിറ്റലിന് ഒരു വർഷം മുഴുവനും പലിശ കിട്ടും, ഒരു വർഷത്തെ മൊത്തം പലിശയും കിട്ടും. പക്ഷേ ബാക്കി 2 അഡീഷണൽ ക്യാപിറ്റൽ വന്നിട്ടുണ്ട് എയ്ക്കും ബിക്കും. ഒരെണ്ണം ജൂണിൽ കൊണ്ടുവന്നു, ഒരെണ്ണം ജൂലൈയിൽ കൊണ്ടുവന്നു. അപ്പോൾ എന്നാണോ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അന്ന് മുതലുള്ള പലിശയെ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ നോക്കാം. ഫുൾ ഇയർ ക്യാപിറ്റലിന് പലിശ കിട്ടണത് ഏതാണ്? എയുടെ 30,000നും ബിയുടെ 20,000നും. അപ്പോൾ 30,000 × 6/100, 20,000 × 6/100. അപ്പോൾ എയുടെയും ബിയുടെയും കിട്ടി. ഫോർ അഡീഷണൽ ക്യാപിറ്റൽ എയ്ക്ക് 10,000, ബിക്ക് എത്രയാണ്? 15,000 ആണ്. എ ജൂണിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ 7 മാസം ഉണ്ടായിരുന്നു. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 7 മാസം. അപ്പോൾ എ 10,000 × 6/100 × 7/12. കാരണം 7 മാസത്തെ പലിശയിലേ കിട്ടുള്ളൂ. ഇനി ബിക്കാണെങ്കിലോ, ബി കൊണ്ടുവന്നത് ജൂലൈയിലാണ്. അപ്പോൾ 1st ജൂലൈയിലാണ്. അതുകൊണ്ട് ജൂലൈ കിട്ടും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസത്തെ പലിശ കിട്ടും. അപ്പോൾ ഇവർ ജാനുവരി കൊണ്ടുവന്ന ക്യാപിറ്റലിന് ഒരു വർഷത്തെ മൊത്തം പലിശയും കിട്ടും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അന്ന് മുതലുള്ള പലിശയാണ് അതിന് കിട്ടുള്ളൂ. അപ്പോൾ 10,000 × 6/100 × 7/12 350 കിട്ടും. 15,000 × 6/100 × 6/12 450 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവരുടെ രണ്ടും ഫുൾ ഇയറിൻ്റെ ആ അഡീഷണൽ ക്യാപിറ്റലിൻ്റെയും പലിശ രണ്ടും കൂടി കൂട്ടണം. അപ്പോൾ എയ്ക്ക് ഫുൾ ഇയറിൻ്റെ 1,800ഉം അഡീഷണൽ ക്യാപിറ്റൽ 350, അപ്പോൾ 2,150. ബിക്ക് ഫുൾ ഇയർ 1,200ഉം അഡീഷണൽ ക്യാപിറ്റലിൻ്റെ 450, അപ്പോൾ 1,650. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കുക. ഈ പ്രോബ്ലത്തിൽ നമ്മൾ നോക്കുന്നത് ഇടയ്ക്ക് നമ്മൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് ക്യാപിറ്റൽ ഏതെങ്കിലും മാസങ്ങളിൽ പിൻവലിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ്. നോക്കാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ബിസിനസ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ 3:2. ദെയർ ക്യാപിറ്റൽ ബാലൻസ് 1st ജാനുവരിയിൽ ഇവരുടെ ക്യാപിറ്റൽ ബാലൻസ് 40,000 ആൻഡ് 30,000. എയുടെ 40,000, ബിയുടെ 30,000. വിഡ്രോൺ 10,000. ജൂലൈയിൽ എ 10,000 വിഡ്രോ ചെയ്തു. അപ്പോൾ ജൂലൈ വരെയാണ് എയുടെ കയ്യിൽ 40,000 രൂപ ഉണ്ടായുള്ളൂ. മനസ്സിലായ? ജൂലൈ വരെയാണ് എയുടെ കയ്യിൽ 40,000 രൂപ ഉണ്ടായുള്ളൂ. ജൂലൈ 1 എ എന്ത് ചെയ്തു? 10,000 രൂപ പിൻവലിച്ചു. അപ്പോൾ ജൂലൈ 1 തുടങ്ങി, അതായത് ജൂൺ വരെ 40,000, 1st ജൂലൈയിലാണ് എ വിഡ്രോ ചെയ്തത്. അപ്പോൾ ജൂലൈ തുടങ്ങി ഡിസംബർ വരെ അയാളുടെ കയ്യിൽ 30,000 രൂപയുള്ളൂ, കാരണം 10,000 രൂപ പിൻവലിച്ചു. അപ്പോൾ അത് രണ്ടായിട്ട് വേണം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി ഓൺ 1st സെപ്റ്റംബർ ബി വിഡ്രോൺ 6,000. അപ്പോൾ സെപ്റ്റംബർ 1 ബി 6,000 രൂപ പിൻവലിച്ചു. അപ്പോൾ എന്താണ് ഓഗസ്റ്റ് ബിയുടെ കയ്യിൽ എന്തുണ്ടായിട്ടുള്ളൂ? 30,000 രൂപ. സെപ്റ്റംബർ തുടങ്ങി ബിയുടെ കയ്യിൽ 24,000 രൂപയുള്ളൂ. കാരണം എന്താ? 30,000 ഉണ്ടായെന്ന് 6,000 രൂപ പിൻവലിച്ചു. അപ്പം ബാക്കിയുള്ള മാസങ്ങളിൽ 24,000 പലിശ കിട്ടുള്ളൂ. അപ്പം നമുക്കതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 6%. അപ്പോൾ ആദ്യം തന്നെ എയുടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എ ഏത് മാസം തുടങ്ങി ഏത് മാസം വരെ? ജനുവരി 1 ആയിരുന്നു എയുടെ കയ്യിൽ 40,000 രൂപ. അത് എന്ന് വരെ ഉണ്ടായിരുന്നു? 1st ജൂലൈ വരെ. അതായത് ജൂലൈ 1 എ 10,000 പിൻവലിച്ചു. അതായത് ഫലത്തിൽ ജൂൺ വരെ 31 ജൂൺ വരെ അയാളുടെ കയ്യിൽ 40,000 ഉണ്ടായിരുന്നു, അതായത് 6 മാസം. അപ്പം 40,000ന് 6 മാസത്തെ പലിശ കൊടുക്കും. 40,000 × 6/100 × 6/12. ഇനി ബാക്കിയുള്ള 6 മാസം, അതായത് ജൂലൈ തുടങ്ങി ഡിസംബർ വരെ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ജൂലൈ തുടങ്ങി ഡിസംബർ വരെ അയാളുടെ കയ്യിൽ എത്ര രൂപയുള്ളൂ? 30,000 ഉള്ളൂ. കാരണം
ഇൻട്രൊഡ്യൂസ് ചെയ്ത് 40,000 ആണെങ്കിലും ജൂലൈ 1-ാം തീയതി 10,000 പിൻവലിച്ചു. ഇനി അയാളുടെ കയ്യിൽ എത്രയേ ഉള്ളൂ? 30,000. അപ്പോൾ ജൂലൈ തുടങ്ങി എത്രേൻ്റെ പലിശ കിട്ടുള്ളൂ? 30,000-ൻ്റെ പലിശ. അപ്പോൾ 30,000 ഇൻറ്റു 6/100 ഇൻറ്റു 6/12 900. അങ്ങനെ എക്ക് 1,200-ഉം 900-ഉം കൂടി 2,100 രൂപ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും. അതുപോലെ തന്നെ ബിയുടെ നോക്കാം. ബിയുടെ 1 ജാനുവരിയിൽ എത്ര ഉണ്ടായിരുന്നു? 30,000. എന്നുവരെ? 1 സെപ്റ്റംബർ വരെ. അതായത് ഓഗസ്റ്റ് വരെ ഫുൾ അയാളുടെ കയ്യിൽ 30,000 ഉണ്ടായിരുന്നു. 1 സെപ്റ്റംബറിൽ പിൻവലിച്ചു. അപ്പോൾ നമുക്ക് നോക്കി എത്ര മാസം ഉണ്ടെന്ന്? ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 8 മാസം 30,000 രൂപ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ 30,000 ഇൻറ്റു 6/100 ഇൻറ്റു 8/12. അപ്പോൾ നമുക്ക് 1,200 കിട്ടും. 8 മാസം കഴിഞ്ഞ്, അതായത് സെപ്റ്റംബർ തുടങ്ങി, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസം. ബാക്കിയുള്ള 4 മാസം അയാളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നുള്ളൂ? 6,000 രൂപ അയാൾ പിൻവലിച്ചില്ലേ സെപ്റ്റംബറിൽ? അപ്പോൾ 30,000-ൽ നിന്ന് 6,000 കുറച്ച് പിന്നെ അയാളുടെ കയ്യിൽ എത്രയേ ഉള്ളൂ? 24,000. അപ്പോൾ 24,000 രൂപയ്ക്കാണ് പിന്നെ നമുക്ക് പലിശ കിട്ടുള്ളൂ. അപ്പോൾ 24,000 ഇൻറ്റു 6/100 ഇൻറ്റു 4/12. അതിനെ നമുക്ക് എത്ര കിട്ടി? 480. അപ്പോൾ അയാളുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 1,200 പ്ലസ് 480 1,680. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.